VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കീഴാറ്റൂർ പൂന്താന സ്മാരക ഗ്രന്ഥാലയം വായനവാരാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ കീഴാറ്റൂർ അന്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കൽ, പൊൻകുന്നം വർക്കി അനുസ്മരണം തുടങ്ങിയവ നടന്നു. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായിരുന്ന IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയാണ് വായനാ പക്ഷാചരണം ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കീഴാറ്റൂർ പൂന്താന സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. തൂലികയെ പടവാളാക്കിയ എഴുത്തുകാരനായിരുന്നു പൊൻകുന്നം വർക്കിയെന്ന അനുസ്മരണ പ്രഭാഷണത്തിൽ പഴയടം വാസ്തവൻ പറഞ്ഞു. അപ്പോൾ ആ പരിണാമത്തെ കുറിച്ച് എഴുതുകയും ആ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെ സ്കൂൾ മേലധികാരികൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ക്ലാസ് വാർ, കുട്ടികളൊക്കെ ക്ലാസ് വാർ പഠിപ്പിക്കുന്നതാണ്. ക്ലാസ് വാർ എന്ന വർഗസമരത്തിന്റെ കഥകളാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു മുദ്രാവാക്യം, എന്നുള്ള ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ അധികാരികൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും വകവയ്ക്കാതെ തന്റെ മാർഗം സാഹിത്യമാണ്. സാഹിത്യത്തിലൂടെ മനുഷ്യനെ മാറ്റിയെടുക്കാം, അക്ഷരങ്ങളുടെ മനുഷ്യ മനസ്സിനെ മാറ്റിയെടുക്കാം എന്ന് പൊൻകുന്നം വർക്കിയാണ് മനസ്സിലായി. അക്ഷരങ്ങളാണ് ആയുധങ്ങൾ, അക്ഷരങ്ങളും പുസ്തകങ്ങളും. അക്ഷരങ്ങളെ തൂലികയെ പടവാളാക്കി മാറ്റിയ എഴുത്തുകാരനായിരുന്നു പൊൻകുന്നം വർക്കി. ചടങ്ങിൽ SSLC, +2, LSS, USS, NM/MS പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിത്തൊടി വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ നൽകി. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് P. വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് കൗൺസിലർമാരായ P. നാരായണുണ്ണി, KM. വിജയകുമാർ, ഗ്രന്ഥാലയ സെക്രട്ടറി KM. ദാസ്, ജോയിന്റ് സെക്രട്ടറി ജോമി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അത് എന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. അതോടൊപ്പം നിങ്ങൾ നമ്മളെ ഈ അവാർഡ് ലഭിക്കാനുള്ള കാരണം അവർക്ക് എത്തിച്ചേർന്ന, അതായത് നമ്മുടെ രക്ഷിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളെ പഠിപ്പിക്കാൻ. ഒരു ഡ്രസ്സോ ഭക്ഷണമോ തന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ പഠന കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളൊക്കെ എണീക്കുമ്പോഴേക്ക് അവർ എല്ലാവരും റെഡിയാക്കി കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളെ വിളിച്ചുണർത്താതെ ആ സമയമാകുമ്പോഴേക്ക് വിളിച്ചുണർത്തി ബാക്കി എല്ലാം തീർത്ത് നിങ്ങളെ പറഞ്ഞു വിടേണ്ട ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. കുടിച്ച് ഫ്രഷായി നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് പോകേണ്ട പണി ഉണ്ടാവുള്ളൂ. അതുവരെ നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന നിങ്ങളെ വീട്ടിലെ രക്ഷിതാക്കൾ, നിങ്ങളുടെ മൂത്ത സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ സഹായിക്കുന്ന എല്ലാവരും, അതിലുപരിയായി നമ്മുടെ ഗുരുനാഥന്മാരെ ഒരിക്കലും അവരെ മാറ്റാൻ പാടില്ല.